SSLC ഫസ്റ്റ് ചാപ്റ്ററിന്റെ കുറച്ച് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ഞാൻ നിങ്ങൾക്ക് പഠിപ്പിച്ചു തരാം. കോമൺ ഡിഫറൻസ് അഥവാ പൊതുവ്യത്യാസം ബേസ് ചെയ്തിട്ട്. ഓക്കെ, അപ്പോൾ ഞാൻ ഇപ്പോൾ കാണിച്ചു തരാൻ പോകുന്ന കുറച്ച് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ്. മക്കളെ, നിങ്ങൾക്ക് എല്ലാ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഫുൾ ടോപ്പിക്സ് റെക്കോർഡറായിട്ട് ഇംഗ്ലീഷിലും മലയാളത്തിലും വേണമെങ്കിൽ നിങ്ങൾക്ക് ലക്ഷ്യ ബാച്ചിൽ ജോയിൻ ചെയ്യാം. അഡ്മിഷൻസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, വേഗം തന്നെ ജോയിൻ ചെയ്തോളൂ. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം വാട്ട് ഈസ് ദ കോമൺ ഡിഫറൻസ് ഇൻ ദ അരിത്തമെറ്റിക് സീക്വൻസ്. എല്ലാ വർഷവും ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ് ഒരു പൊതുവ്യത്യാസം. 3, 7, 11 പൊതുവ്യത്യാസം എന്താ? 3, 7, 11. കോമൺ ഡിഫറൻസ് എങ്ങനെ കണ്ടുപിടിക്കാം മക്കളെ? വളരെ സിമ്പിൾ ആണ്. റൈറ്റിനെ ഒരാളെടുക്കുക, തൊട്ട് മുമ്പത്തെ ലെഫ്റ്റിൽ മൈനസ് ചെയ്യുക. കോമൺ ഡിഫറൻസ് എന്ന് പറയുമ്പോൾ റൈറ്റ് മൈനസ് ലെഫ്റ്റ്. സോ ദി ആൻസർ ഇസ് 4. നമ്മളൊന്ന് ഡബിൾ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നു? റൈറ്റിൽ ഒരാൾ എടുക്കുന്നു, ലെഫ്റ്റിൽ നിന്ന് മൈനസ് ചെയ്യുന്നു. അപ്പോൾ എന്താണ് കിട്ടുക? 11 - 7 വീണ്ടും 4. അപ്പോൾ നമുക്ക് ഉറപ്പിക്കാം ഇവിടുത്തെ പൊതുവ്യത്യാസം 4 ആണെന്ന്. ഓക്കെ, 3ൻ്റെ കൂടെ 4 ആഡ് ചെയ്താൽ 7 കിട്ടും, 7ൻ്റെ കൂടെ 4 ആഡ് ചെയ്താൽ 11 കിട്ടും. സിമ്പിൾ. ഇനി ഇത് 2022 ചോദിച്ചത്, അതിൻ്റെ തന്നെ മാർച്ച് 2021 ചോദിച്ച ചോദ്യം നോക്കിക്കോ. അരിത്തമെറ്റിക് സീക്വൻസ് വിത്ത് കോമൺ ഡിഫറൻസ് 2. ഇതിൽ ഏത് അരിത്തമെറ്റിക് സീക്വൻസ് അല്ലെങ്കിൽ സമാന്തര ശ്രേണിയാണ് കോമൺ ഡിഫറൻസ് 2 എന്ന് ചോദിച്ചത്? ഇവിടെ നോക്കിക്കേ, ഫസ്റ്റിലെ ക്വസ്റ്റ്യൻ എന്താണ് കോമൺ ഡിഫറൻസ്? 10 - 7. 10ൽ നിന്ന് 7 കുറയ്ക്കുമ്പോൾ എത്ര കിട്ടും? 3 കിട്ടും. ഓക്കെ, അതല്ല നമുക്ക് വേണ്ടത്. ഇവിടെ നോക്കിക്കേ, 7 9ൽ നിന്ന് കുറയ്ക്കണം. ഓക്കെ, റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്ക് മൈനസ് ചെയ്യാൻ 9 - 7 എത്രയാ? 2 കിട്ടും. അപ്പോൾ ഇയാളാണ് നമ്മുടെ കറക്റ്റ് ആൻസർ. പിന്നെ ഇവിടെ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കിക്കേ, ഇവിടെ 5 - 7. ഇവിടെ എന്താണ്? 5 - 7 എന്ന് പറയുമ്പോൾ -2 കിട്ടും. ആൻഡ് ഇയാളുടെ കോമൺ ഡിഫറൻസ് നിങ്ങൾ കമൻസിൽ അറിയിക്കുക. ഓക്കെ, ഇത് നിങ്ങൾ കമൻറ്റ് ചെയ്യാം. ഓക്കെ, റെഡി? അപ്പോൾ ഇതിൻ്റെ കോമൺ ഡിഫറൻസ് 5 - 2 എന്താണ്? നിങ്ങൾ എല്ലാവരും കമൻറ്റ് ചെയ്യുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. 2021 സേ പരീക്ഷയിൽ ചോദിച്ച ക്വസ്റ്റ്യൻ ആണ് മക്കളെ. കോമൺ ഡിഫറൻസ് ഒരു ചോദ്യം നിങ്ങൾക്ക് കിട്ടാതെ വരില്ല, ആൻസർ ഗ്യാരണ്ടി. ഇവിടെ നോക്കിയേ, x+3 ആൻഡ് x+6 കണ്ട് പരിചയമില്ലാത്തൊരു ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. പക്ഷെ എന്നാലും നമുക്ക് ട്രൈ ചെയ്യാം. ഒന്നുമില്ല, റൈറ്റിൽ നിന്ന് തൊട്ട് ലെഫ്റ്റിലുള്ള ആളെ മൈനസ് ചെയ്യാം. x+3യിൽ നിന്ന് x കുറയ്ക്കുക. x+3യിൽ നിന്ന് റൈറ്റിലെ ഒരു ടേമിൽ നിന്ന് തൊട്ട് മുമ്പത്തെ ടേം കുറയ്ക്കുക. എക്സും മൈനസ് ആവും, ബാക്കി ഒരു 3 വരും. ഓക്കെ, ഇതാണ് വളരെ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ. ഇനി നിങ്ങൾക്ക് ഡബിൾ ചെക്ക് ചെയ്യണം. നോക്കിക്കേ, ഇതിൽ നിന്ന് ഇത് കുറയ്ക്കാം. പക്ഷേ ഇങ്ങനെ കുറയ്ക്കുമ്പോൾ ബ്രാക്കറ്റുകൾ വൃത്തിയിലിടണം. x+6ൽ നിന്ന് എന്താണ് നമ്മൾ കുറയ്ക്കുന്നത്? x+3 മൊത്തമായിട്ട് കുറയ്ക്കണം. x+3 സബ്ട്രാക്ട് ചെയ്യണം. അപ്പോൾ ഈ മൈനസ് എങ്ങനെയാണ് വരിക? x+6 -x വരും ആൻഡ് -3 വരും. ആ മൈനസ് എല്ലായിടത്തേക്കും പോകണം. അപ്പോൾ നമുക്ക് എക്സും പോയി 6 - 3 എത്രയാണ് മക്കളെ? 3. പൊതുവ്യത്യാസം കിട്ടിയല്ലോ. ഇത് സിമ്പിൾ ട്രിക്ക് ഉപയോഗിച്ചിട്ടുള്ള കോമൺ ഡിഫറൻസ്. ഇവിടെ നോക്കാം, വാട്ട് ഈസ് ദ കോമൺ ഡിഫറൻസ്? ഇവിടെ 10 - 4. എനിക്ക് ഇതാ ആൻസർ പറയാൻ പറ്റും 6. രണ്ടാമത്തെ ടേമിൽ നിന്ന് ഫസ്റ്റ് ടേം കുറച്ചാൽ സിമ്പിൾ. ഇതൊക്കെ പ്രീവിയസ് ഇയറാ. പക്ഷെ ഞാനിപ്പോൾ നിങ്ങൾ കാണിച്ചിരുന്നത് കുറച്ച് പ്രീവിയസ് ഇയർ ആണ്. എല്ലാ പ്രീവിയസ് ഇയർ എല്ലാ ക്വസ്റ്റ്യൻസ് ചെയ്ത് നിങ്ങൾക്ക് ലക്ഷ്യ ബാച്ചിൽ ഫുള്ളായിട്ട് റെക്കോർഡ് ചെയ്ത് കിട്ടുന്നുണ്ട് നോട്ട്സുമായിട്ടോ. നിങ്ങൾ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ട്, ഈ നമ്പറിൽ വാട്സാപ്പ് ചെയ്താൽ മതി. ഓക്കെ, റെഡി? സോ കമ്മിങ് ബാക്ക്, നമുക്ക് വേറെ ടൈപ്പ് കുറച്ച് ക്വസ്റ്റ്യൻസും കൂടി ചെയ്യണം മക്കളെ. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്ന് എന്ത് ചെയ്യും? തൊട്ടടുത്തടുത്തുള്ള ടേംസ് തന്നില്ല. ദ ഫിഫ്ത്ത് ടേം 5ാമത്തെ പദം തന്നു 20 ആണെന്ന്, 8ാമത്തെ പദം തന്നു 32 ആണ്. വാട്ട് ഈസ് ദ കോമൺ ഡിഫറൻസ്? ഇതും ചോദിക്കാറുണ്ട്. എങ്ങനെയാണ് ചെയ്യാം? വളരെ സിമ്പിൾ. നമുക്കിതാ കോമൺ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ ടേം ഡിഫറൻസ്. ഓക്കെ, ടേം ഡിഫറൻസ്. ഓക്കെ, പദവ്യത്യാസം. ടേം ഡിഫറൻസ് ഡിവൈഡ് ബൈ പൊസിഷൻ ഡിഫറൻസ്. എന്താണ് മക്കളെ ഇത്? വളരെ സിമ്പിൾ. നമുക്ക് ക്വസ്റ്റ്യൻ തന്ന കാര്യം നോക്കിക്കേ. 5ാമത്തെ ടേം x5 എത്രയാണ്? x5 20. ഓക്കെ, ആൻഡ് 8ാമത്തെ പദം 32. 8ാമത്തെ പദം x8 32. ഇത് ടേം ഇതിലെ പൊസിഷൻ 5ാമത്തെയും 8ാമത്തെ ആൾ 20, 32 ആണ്. ഓക്കെ, ഇത് നോക്കിക്കേ, നമ്മൾ എന്താണ് ചെയ്യുന്നത്? ടേമുകൾ തമ്മിലുള്ള വ്യത്യാസം നോക്കിക്കേ. 8ാമത്തെ പദത്തിൽ നിന്ന് ഞാൻ 5ാമത്തെ പദം കുറയ്ക്കുന്നു. അതേ സമയത്ത് പൊസിഷൻ ഡിഫറൻസ്, സ്ഥാന വ്യത്യാസം, 8ാമത്തെ സ്ഥാനത്തിൽ നിന്ന് 5ാമത്തെ കുറയ്ക്കുന്നു. 8 - 5. അപ്പൊ നോക്കി, 8th ടേം - 5th ടേം ഡിവൈഡഡ് ബൈ 8 - 5. അപ്പം 8ാമത്തെ പദം എന്താണ് മക്കളെ? 32 മൈനസ് 5ാമത്തെ പദം ആരാണ്? 20 ഡിവൈഡഡ് ബൈ 8 - 5 എത്രയാണ് മക്കളെ? 3. സോ ദി ആൻസർ ഇസ് 12/3. ആൻസർ 4. അപ്പൊ നമുക്ക് ഏത് ടേം കിട്ടിയാലും ചെയ്യാൻ പറ്റും. ഓക്കെ, റെഡി ആണല്ലോ? അപ്പോൾ നിങ്ങളെ ബൾബ് കത്തിയിട്ടുണ്ടാവും. കോമൺ ഡിഫറൻസ് അഥവാ പൊതുവ്യത്യാസം കണ്ടുപിടിക്കാൻ ഒന്നെങ്കിൽ തൊട്ട് മുമ്പത്തെ ടേം മൈനസ് ചെയ്യാം, അല്ലെങ്കിൽ ടേം ഡിഫറൻസ് തന്നിരിക്കുന്ന ടേമുകൾ തമ്മിലുള്ള ഡിഫറൻസ് സെയിം മോഡൽ നമ്മൾ പൊസിഷൻസും ഡിഫറൻസ് താഴെ ചെയ്യുന്നു. ഓക്കെ, എന്താണ്? പദങ്ങൾ തമ്മിലുള്ള വ്യത്യാസം ഡിവൈഡ് ബൈ സ്ഥാന വ്യത്യാസം. ഓക്കെ,
ഇതൊക്കെ നിങ്ങൾക്ക് റെഡി ആയല്ലോ മക്കളെ. ഈ നോട്ട്സ് മാത്രം നിങ്ങൾക്ക് കിട്ടുന്ന നിങ്ങൾക്ക് വാട്സാപ്പിൽ ജോയിൻ ചെയ്യാൻ പറ്റും. ഫ്രീ ആയിട്ട് ലൈവ് ക്ലാസ്സിനൊക്കെ നോട്ട്സ് കിട്ടുന്നതായിരിക്കും. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതേപോലെ തന്നെ നിങ്ങൾക്ക് ഇതാ ബെല്ലൈക്കൺ ഞെക്കുക. ആൻഡ് നിങ്ങൾക്ക് ലക്ഷ്യ ബാച്ചിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ട്. ഫുൾ അടിപൊളിയായിട്ട് ഫുൾ സെറ്റ് ആയിട്ട് ഒരു വർഷത്തേക്ക് മൊത്തം എല്ലാ സബ്ജക്ട്സും കൂടി പഠിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് 399 ആണ് വരുന്നത്. ഞാൻ ഈ കാണിച്ച ക്വസ്റ്റ്യൻസും ടെക്സ്റ്റ് ബുക്കിലെ എല്ലാ ക്വസ്റ്റ്യൻസും എല്ലാ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും നിങ്ങൾക്ക് കിട്ടും. ഫുൾ ഓർഗനൈസ്ഡ് ആയിട്ട് ആൻഡ് റിവിഷൻ ക്ലാസ്സും കൂടി കിട്ടുന്നതായിരിക്കും. ആൻഡ് ഈ എമൗണ്ട് നിങ്ങൾക്ക് എന്ത് കിട്ടും? ഈ ബുക്കുകളൊക്കെ നിങ്ങളുടെ വീട്ടിൽ കിട്ടും വിത്തിൻ 3 വീക്സ്. ഓക്കെ, ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ഈ നമ്പർക്ക് വാട്സാപ്പ് ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതാ വേറെ നമ്പറുണ്ട്, ഇതാ ഈ രണ്ടാമത് 75919996 നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. SSLC ഫുൾ മാർക്ക് ഉറപ്പിക്കാം. ഓക്കെ, റെഡി? ഇനി കമ്മിങ് ബാക്ക് ടു ഈ ക്വസ്റ്റ്യൻ നിങ്ങളൊന്ന് ആൻസർ ചെയ്യണം ചാറ്റിൽ. ഇതെന്താണെന്ന് ആൻസർ. ഓക്കെ, 10ാമത്തെ ടേം തന്നു 20 ആണ്, 20ാമത്തെ ടേം തന്നു 10 ആണ്. അങ്ങനെയാണ് നിങ്ങൾ കണ്ടുപിടിക്കണം. 10ാമത്തെ ടേം തന്നു 20 ആണ്, 20ാമത്തെ ടേം തന്നു 10 ആണ്. വാട്ട് ഇസ് ദ കോമൺ ഡിഫറൻസ്? നമ്മുടെ മിടുക്കന്മാരെല്ലാവരും ചാറ്റിൽ ആൻസർ ചെയ്യുക. മറക്കരുത് മക്കളെ, ഇതിന്റെ ആൻസർ കമന്റ് ചെയ്യണം, ഞാൻ ചെക്ക് ചെയ്യുന്നതായിരിക്കും. സോ ആൻസർ കമന്റ് ചെയ്യാൻ മറക്കരുത്. 10ാമത്തെ ടേം 20ഉം 20ാമത്തെ ടേം 10 ആണെങ്കിൽ പൊതു വ്യത്യാസം എന്താണ്? കമന്റ് ചെയ്യുക.